ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6:63 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിച്ച് സ്വതന്ത്രമായൊരു മനസ്സോടുകൂടി കർത്താവിൻ്റെ ജീവദായകമായ വചനം സ്വീകരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മളുമായി ഈ വചനം പങ്കുവയ്ക്കുന്നത് ബഹുമാനപ്പെട്ട ഡെർബിൻ ഈറ്റക്കാട്ടിലച്ഛനാണ്. അച്ഛൻ ഡിവൈൻ ധ്യാന മന്ദിരത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. നമ്മൾ ഈ നിമിഷങ്ങളിൽ അച്ഛനിലൂടെ വലിയ ഒരു അഭിഷേക വചനം സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. തുറന്ന മനസ്സോടെ ജീവൻ്റെ വചനം സ്വീകരിക്കുമ്പോഴാണ് ആ വചനം നമ്മുടെ ശരീരത്തിൽ മാംസമാകുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും വചനം ചെയ്യുന്നതും. പ്രൈസ് ദി ലോർഡ്. വചനം യേശുവാണ്. ആ വചനത്തിലൂടെ യേശു നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരമടിച്ചുകൊണ്ട് അച്ഛനെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 4-5 വർഷമായിട്ട് വിൻസെൻഷൻ സഭയുടെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷാ മേഖലയായ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഈ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ നാടുകളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ അവിടെയുള്ള വീടുകളൊക്കെ കയറിയിറങ്ങി അവരുടെ നൊമ്പരങ്ങൾ കേട്ട് അവിടെ പ്രാർത്ഥിച്ച് തിരിച്ചു പോരുന്ന ഒരു ശുശ്രൂഷ കൂടെ ഉണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 4-5 വർഷമായി 100 പോപ്പുലർ മിഷൻ ധ്യാനങ്ങളുടെ ഭാഗമായി ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ പിറകോട്ടൊന്ന് ചിന്തിച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് കേരളത്തിലെ 10,000-ഓളം വരുന്ന കത്തോലിക്ക കുടുംബങ്ങൾ കയറി ഇറങ്ങാനുള്ള ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. ഈ 10,000-ഓളം വരുന്ന കത്തോലിക്ക കുടുംബങ്ങൾ കയറി ഇറങ്ങിയപ്പോൾ എനിക്കുണ്ടായ എൻ്റെ പൗരോഹിത്യ അനുഭവം തന്നെയുമല്ല, വൈദികനായ നാൾ മുതൽ പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് ദിനംപ്രതി അനേകം ആളുകളുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാനും സാധിച്ചു. ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുമ്പോഴും രാവിലെ ഒരു 19 പേരെ നേരം വെളുത്തപ്പം മുതൽ അവരുടെ നൊമ്പരങ്ങൾ കേട്ടതിന് ശേഷമാണ് ഈ ശുശ്രൂഷയുടെ ഭാഗമായി ചേർന്ന് നിൽക്കുന്നത്. ഈ പൗരോഹിത്യ അനുഭവത്തിൽ ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഒരുപാട് മുഖങ്ങളെ കണ്ടുമുട്ടി, ഒരുപാട് പേരെ പരിചയപ്പെട്ടു, ഒരുപാട് പേരോട് സംസാരിച്ചു. കേട്ടത് മുഴുവൻ മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരേ ഒരു വികാരം, എല്ലാവരും സങ്കടങ്ങളുടെ മനുഷ്യരാണ്. ഒരുപാട് പേര് മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ട് മടുത്തു. മനുഷ്യരുടെ സങ്കടങ്ങൾ ഒരുപാട് കേട്ടു. ചിലതൊക്കെ ഉത്തരങ്ങളുള്ള പ്രശ്നങ്ങൾ, ചിലത് ഇന്നും ഒരു സമസ്യയായിട്ട് തുടരുന്നു. ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ പറ്റുന്നുള്ളൂ. തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ മനുഷ്യരും ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സങ്കടങ്ങളില്ലാത്ത മനുഷ്യരാരാ, എവിടെയാ ഉള്ളത്? എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നതും ഇത് തന്നെയാണ്. കുറഞ്ഞ വർഷങ്ങളിലെ പൗരോഹിത്യ പരിചയം കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചാൽ അതൊരു അതിശയോക്തി ആകുകയില്ല എന്ന് ഞാൻ കരുതുകയാണ്. എവിടെയെങ്കിലും ഒരു വൈദികൻ ഒരു കസേരയിട്ട് ആളുകളുടെ നൊമ്പരങ്ങൾ കേൾക്കാൻ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ഇന്ന് കേരളത്തിൽ നമ്മുടെ സിനിമാ കോട്ടകളിൽ പുതിയ സിനിമ റിലീസാകുന്ന ദിവസം അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ നിൽക്കുന്നതിനേക്കാൾ തിരക്ക് ആ വൈദികൻ്റെ മുമ്പിൽ ഉണ്ടാകും. അതിശയോക്തി ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുസ്തകത്താളിൽ വായിച്ച അനുഭവമല്ല ഞാൻ പറയുന്നത്. എവിടെയെങ്കിലും ഒരു വൈദികൻ ഒരു കസേരയിട്ട് മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ കേൾക്കാൻ ഇരിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ സിനിമാ കോട്ടകളിൽ പുതുതായി റിലീസ് ചെയ്യുന്ന സിനിമയുടെ
ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നതിനേക്കാൾ വലിയ തിരക്ക് ആ വൈദികൻ്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന് ഈ കഴിഞ്ഞ 5-6 വർഷത്തെ പൗരോഹിത്യ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. അത്രയേറെ മനുഷ്യൻ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആശ്വാസം പ്രതീക്ഷിച്ച് ഒരുപാട് മനുഷ്യർ എങ്ങും അലഞ്ഞു തിരിയുന്നുണ്ട്. ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരല്പം ആശ്വാസത്തിന് വേണ്ടി ഈ രാത്രിയുടെ യാമങ്ങളിൽ ശാലോം ശുശ്രൂഷയുടെ മുൻപിൽ ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എവിടെയാ അല്പമൊന്ന് സമാധാനം കിട്ടുക? എവിടെയാ ഇത്തിരി സന്തോഷം കിട്ടുക? എവിടെയാ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുക? ഒരുപാട് നൊമ്പരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുക. അങ്ങനെയെങ്കിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് നമുക്ക് ഈ ഒരു വചനം എടുത്തു വയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പുറപ്പാട് പുസ്തകം അധ്യായം 3, 7, 8 തിരുവചനങ്ങൾ. പുറപ്പാട് പുസ്തകം അധ്യായം 3, 7, 8 തിരുവചനങ്ങൾ. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. ഒന്നാമത്തെ കാര്യം, കർത്താവ് പറയുന്നു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടു. അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട് എന്ന് യഹോവ പറയുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങൾ യഹോവ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത ഏറിയപ്പോൾ ദൈവത്തിൻ്റെ ജനം കരയുന്നതിൻ്റെ കരച്ചില് യഹോവ കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഇതാ 3 കാര്യങ്ങൾ വ്യക്തമായി. പുറപ്പാട് പുസ്തകം അധ്യായം 3, 7 വചനം. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാട് ദൈവം കണ്ടു. ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാവരും കാത് തുറന്ന് കേൾക്കട്ടെ. മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് എങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ദൈവം കണ്ടു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് ദൈവം പറഞ്ഞു വെക്കുകയാ, നിന്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന, നിന്റെ അധരങ്ങൾ ചലിക്കുന്ന നിന്റെ നൊമ്പരത്തിൻ്റെ സ്വരം ഞാൻ കേട്ടു. ദൈവം നിന്നെ കണ്ടു, ദൈവം നിന്നെ കേട്ടു. കാത് തുറന്ന് കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുകയാ, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യങ്ങൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവം മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കാണുന്നു, അവൻ്റെ രോദനങ്ങൾ കേൾക്കുന്നു, അവൻ്റെ യാതനകൾ അറിയുന്നു. കാണാതെയും കേൾക്കാതെയും അറിയാതെയും ഇരിക്കുന്ന കർത്താവല്ല നമ്മുടെ ദൈവം. ഒരിക്കൽ കൂടി ആ ദൈവത്തിന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അധ്യായം 14, 2-ാം തിരുവചനം. കർത്താവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന വിവേകമതികളായ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദര സഹോദരി, ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് തന്നെ തേടുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, തന്നെ കരയുന്ന മക്കളുണ്ടോ എന്ന് ആരായുന്നു. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം അധ്യായം 10, 14-ാം തിരുവചനം. അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഹല്ലേലൂയ. സങ്കീർത്തകൻ വീണ്ടും ഉറപ്പ് തരുകയാ, ഹേ മനുഷ്യ, നിന്റെ സങ്കടങ്ങൾ ദൈവം കാണുന്നു. ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇനി രണ്ടാമത് ഒരു വചനം കൂടി. സങ്കീർത്തനങ്ങളുടെ പുസ്തകം അധ്യായം 11, 4-ാം തിരുവചനം.
കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യമക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ആത്യന്തികമായിട്ട് മനുഷ്യന്റെ സങ്കടങ്ങൾക്കുള്ള ഒന്നാമത്തെ ഉത്തരം ശ്രദ്ധിച്ച് കേൾക്ക്. ദൈവം ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇത് അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ആദ്യ ശുശ്രൂഷയുമായിട്ട് വരുന്നത് താൽക്കാലിക അപ്പോയിൻമെൻറ്റുമായിട്ട് പോട്ട ആശ്രമത്തിലാണ്. പോട്ട ആശ്രമത്തിൽ വന്ന് പൗരോഹിത്യം കിട്ടി ഇറങ്ങിയുള്ളൂ. ധ്യാന ശുശ്രൂഷകളുടെ മേഖലയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഒരു വലിയ ആവേശമായിരുന്നു. എത്രയും പെട്ടെന്ന് കേരളത്തിലുള്ള ആളുകളെ മുഴുവൻ മാനസാന്തരപ്പെടുത്തണം, അത്രയ്ക്കും തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും തീഷ്ണതയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദിവസം പോട്ട ആശ്രമത്തിൽ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വെള്ള സാരി ഉടുത്ത ഒരമ്മ, പ്രായം ഒരു 65-70 കാണുമെന്ന് ഞാൻ കരുതുന്നു. ആ അമ്മയെ കണ്ടാൽ, വെള്ള സാരി ഉടുത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സഹോദരിയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ഓടിയെടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു അമ്മച്ചി? അപ്പോൾ അമ്മച്ചി അവരുടെ മക്കളെക്കുറിച്ചുള്ള ഏതാനും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, അമ്മച്ചി ധൈര്യമായിട്ടിരിക്കുക, എല്ലാ പ്രശ്നവും തീരും, എല്ലാ പ്രശ്നവും തീരും. തമ്പുരാൻ നമ്മുടെ കൂടെ അല്ലേ ഉള്ളേ, തമ്പുരാനെ അങ്ങോട്ട് മുറുകെ പിടിച്ചോ, പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാ പ്രശ്നവും പരിഹരിക്കും. അമ്മച്ചി ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോ. ഞാൻ അല്പം നെഞ്ചൊക്കെ വിരിച്ച് പിടിച്ചിട്ടാ അത് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി ചാടി പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് തന്നെ. ഈ അമ്മച്ചി വീണ്ടും കൂട്ടിച്ചേർക്കുക, ഞാനിത് പനക്കലച്ഛൻ്റെ അടുത്തും നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ അടുത്തും പോയി പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അച്ഛാ. അപ്പോഴത്തേക്കും വിരിച്ച നെഞ്ചൊക്കെ ചുരുങ്ങിപ്പോയി. ഞാൻ കരുതി അമ്മച്ചി എന്തോ ചെറിയൊരു നമ്പറായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു, ഇപ്പോൾ പ്രാർത്ഥിച്ചങ്ങ് തമ്പുരാൻ തീർത്തുല്ലോ എന്ന് കരുതി ഞാൻ ധൈര്യത്തോടെ പറഞ്ഞ്. അപ്പോഴമ്മച്ചി പറഞ്ഞ്, ഈ ആശ്രമത്തിൽ വന്ന് കഴിഞ്ഞ് 25 വർഷമായിട്ട് അച്ഛാ പ്രാർത്ഥിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. തന്നെയല്ല, ആത്മീയ ശുശ്രൂഷയിൽ അങ്ങ് ഉയരത്തിൽ നിൽക്കുന്ന ഈ ബഹുമാനപ്പെട്ട പനക്കലച്ഛനും നാക്കിമ്പറമ്പിലച്ഛൻ്റെ ഒക്കെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതാ. ഇനി അവസാനം ഒരു കൊച്ചച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്തോടെ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാട്ടോ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് പിരിയാൻ തുടങ്ങുമ്പോൾ അമ്മച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞു വന്നു. പൗരോഹിത്യ പരിചയത്തിൽ എനിക്ക് വിലപ്പെട്ട ഒരു ചിന്തയായിട്ട് തോന്നുക. അമ്മച്ചി പറഞ്ഞു, കാര്യം 25 വർഷമായിട്ട് ഇത് സാധിച്ചിട്ടില്ലെങ്കിലും അച്ഛാ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം എന്നെങ്കിലും ഇത് തരും. ഹല്ലേലൂയ. ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. എനിക്കുണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു വിശ്വാസം 10-65 വയസ്സുള്ള ഒരു അമ്മ എന്നോട് പറയുക, അച്ഛാ കഴിഞ്ഞ 25 വർഷം ദൈവത്തിൻ്റെ മുമ്പിൽ ഇതിനു വേണ്ടിയിട്ട് കൈ നീട്ടിയിട്ട് ദൈവം തന്നിട്ടില്ല, എങ്കിൽ കൂടി എന്നെങ്കിലും ദൈവം അത് തരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു സങ്കടത്തിലൂടെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി തിരിച്ചറിയേണ്ട സത്യം ഇതാ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ കൂടി ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഇടപെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 100-ന് മുകളിൽ 1% എങ്കിൽ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ശക്തിയോടെ കരങ്ങളടിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലായിരിക്കുന്ന സകലർക്കും വേണ്ടി കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് അനേകം പേര് ഈ ശാലോം ശുശ്രൂഷയുടെ ദൈവത്തിലേക്ക് അടുക്കുക. നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളിൽ വെച്ച് മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, ജൂലൈ മാസം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വിശുദ്ധ അൽഫോൻസാമ്മ കടന്നുപോയ കുറേ സങ്കടങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ, അതിനൊക്കെ നമ്മൾ അനുസ്മരിക്കാൻ ഒരുങ്ങുന്ന മാസമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ കടന്നുപോയപ്പോൾ എനിക്ക് തോന്നി, ഒരു പക്ഷേ ഞാൻ പങ്കുവെക്കേണ്ടതും അങ്ങനെ ഒരു ചിന്തയായിരിക്കുമെന്ന് കരുതിയ. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരിടവകയിൽ ഒരു ധ്യാനവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. ഈ കുടുംബം ഒരു അപ്പനും അമ്മയും 2 മക്കളും, ഏതാണ്ട് ഒരു 40-45 വയസ്സ് പ്രായം വരുന്ന ഭർത്താവ്, ഭാര്യ, 2 ചെറിയ ആൺകുട്ടികൾ. ഇവർ
ഏതാണ്ട് 9:45 മണിക്ക് ധ്യാനം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞ വാക്കിങ്ങനെയാ, അച്ഛാ, ആ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് ആശീർവദിക്കാമോ? ഞാൻ ചോദിച്ചു, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആശീർവദിക്കേണ്ടത്? അപ്പോൾ അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞത്, അവരുടെ ജീവിതം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ല. അപ്പോൾ ഞാൻ കരുതി സ്ഥലം വാങ്ങാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണ്ട, അതല്ല അവരുടെ ആവശ്യം. സ്വന്തമായിട്ട് 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ല, റോഡിൽ പുറംപോക്കിൽ സർക്കാർ വക ഭൂമിയിൽ, പട്ടയമില്ലാത്ത സർക്കാർ വക ഭൂമിയിൽ ഷെഡ് വലിച്ചു കെട്ടി താമസിക്കുന്ന ഒരു കുടുംബം. ഈ അപ്പൻ കൂലിപ്പണി ചെയ്ത് കുടുംബത്തെ പോറ്റുന്നു. അങ്ങനെ ഇരിക്കെ ഈ അപ്പൻ്റെ തലച്ചോറിൽ, ഈ 45 വയസ്സോളം പ്രായം വരുന്ന ഈ മനുഷ്യൻ്റെ തലച്ചോറിൽ എന്തോ ഒരു വലിയ രോഗം വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുള്ള വകയൊന്നും ഈ നിർധന കുടുംബത്തിലില്ല. അങ്ങനെ ഇടവകക്കാരുടെയും നാട്ടുകാരുടെയും സഹായഹസ്തങ്ങൾ നീണ്ടതിൻ്റെ ഫലമായിട്ട് സർജറി നടന്നു. ഏതാണ്ട് 7-8 മാസം നീണ്ടു നിൽക്കുന്ന വിശ്രമം. ഈ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവരെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പോഴും ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, മരുന്നുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, വലിയ പണികൾക്കൊന്നും പോകരുത്, എന്നാൽ ചെറിയ പണികൾ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ 1-2 പണിക്ക് ഈ മനുഷ്യൻ പോകുന്നുണ്ട്. ഇദ്ദേഹം കൂട്ടിച്ചേർക്കുക, അച്ഛാ, കുടുംബത്തിൽ വലിയ ദാരിദ്ര്യം തന്നെയാണ്. ഞാൻ സുഖമില്ലാതിരുന്ന ഈ നാളുകൾ മുഴുവൻ എൻ്റെ ഭാര്യ അയൽവക്കത്തുള്ള വീടുകളിൽ 1-2 മണിക്കൂർ നേരം വീട്ടുവേലയ്ക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം പണിക്ക് പോകുന്നുണ്ട്, അതിൽ കൂടുതൽ പോകാനായിട്ട് ആരോഗ്യം അനുവദിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്, ഇപ്പോഴും മാസത്തിൽ 10,000 രൂപയുടെ മരുന്ന് എനിക്ക് വേണം. നല്ലൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബത്തിലുണ്ട്. എൻ്റെ മരുന്നിൻ്റെ കാര്യം നോക്കണം, 2 കുഞ്ഞു കുട്ടികൾ, അവരുടെ പഠനമുണ്ട്, പിന്നെ ഞങ്ങളാകുന്ന കുടുംബത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങളുണ്ട്. കാര്യം നാട്ടുകാരും ഇടവകക്കാരും കുറേ സഹായിച്ചെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി കടം വാങ്ങിച്ചിരിക്കുന്ന കുറേ പൈസയുണ്ട്, അതിൻ്റെ പലിശ അടയ്ക്കണം. അപ്പം നല്ലൊരു തുക ഒരു മാസം ചെലവിന് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു എളുപ്പവഴി ഇതാണ്, അച്ഛാ, ഞാനും എൻ്റെ ഭാര്യയും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും ആഴ്ചയിൽ എല്ലാ ദിവസവും അത്താഴം കഴിക്കാറില്ല. കാരണം എന്തെന്നറിയാമോ? എല്ലാ ദിവസവും ഞങ്ങൾ അത്താഴം കഴിക്കാൻ നിന്നാൽ വരുന്ന ശനിയാഴ്ച വരെ ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇല്ല. കാരണം ഇനി അടുത്ത പണിക്കൂലി കിട്ടുന്നത് വരുന്ന ശനിയാഴ്ചയാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ ഞാനും ഭാര്യയും അത്താഴം കഴിച്ചാൽ മക്കളെ ശനിയാഴ്ച വരെ പോറ്റാൻ പറ്റില്ല. അതുങ്ങൾ കുഞ്ഞുങ്ങളല്ലേ അച്ഛാ, പട്ടിണി കിടത്താൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനും ഭാര്യയും മക്കൾക്ക് ഉള്ള അത്താഴം വിളമ്പിക്കൊടുക്കും. എന്നിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ അല്പം വികാരം നിർഭര. ഇവൻ ഈ ഭാര്യയെ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത്, തോളോട് ചേർത്ത് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഇത് പറയുമ്പോൾ ഈ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകുക. എന്നിട്ട് ഈ മനുഷ്യൻ കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാ, അച്ഛാ, അത്താഴമില്ലാത്ത രാത്രിയിൽ ഞാൻ എൻ്റെ പെണ്ണിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. അദ്ദേഹം പറഞ്ഞ വാക്ക് പോലും അതാ, ഭാര്യ എന്ന് പോലും അല്ല പറഞ്ഞത്. അല്പം കൂടെ സ്വാതന്ത്ര്യമെടുത്ത് എൻ്റെ മുന്നിൽ വെച്ച് അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് 2 പേരും കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, അച്ഛാ, അത്താഴമില്ലാത്ത രാത്രിയിൽ ഞാൻ എൻ്റെ പെണ്ണിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ഞങ്ങൾ 2 പേരോടെ ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിലിരുന്ന് കരയൂ അച്ഛാ. ഇനി ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, കരച്ചില് തീരണ വരെ അല്ല ഞങ്ങൾ കരയണത്, മറിച്ച് വിശപ്പടക്കണ വരെ ഞങ്ങൾ കരയൂ അച്ഛാ. ഞാൻ 12 വർഷം സെമിനാരി പഠിച്ചിട്ട് പഠിക്കാത്ത ഒരു ഫിലോസഫി ആ മനുഷ്യൻ എനിക്ക് പറഞ്ഞു തന്നു, കരച്ചില് കൊണ്ട് വിശപ്പടക്കാന്ന്. അങ്ങനെ ഒരു ഫിലോസഫി എൻ്റെ പരിശീലനത്തിലോ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലോ ഞാൻ കേട്ടിട്ടില്ല. കൂലിപ്പണി ചെയ്യുന്ന ഒരു കുടുംബനാഥൻ പറഞ്ഞു തന്നതാ, കരച്ചില് തീരണവരെ അല്ല ഞങ്ങൾ കരയണത്, മറിച്ച് വിശപ്പ് തീരണവരെ ഞങ്ങൾ ഇരുന്ന് അങ്ങോട്ട് കരയും. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇടതുകരം കൂടി ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ വീശി പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു പക്ഷേ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഈ കുടുംബം ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സത്യം പറഞ്ഞ അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി.
എന്നിട്ട് പറയുക, വിശപ്പ് അടങ്ങി കഴിയുമ്പോൾ ഞാനും ഭാര്യയും കൂടെ പോയി ഞങ്ങളുടെ മക്കളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും അച്ഛാ. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് മക്കളെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കും. ഇനി കൂട്ടിച്ചേർക്കുന്നതാ ഒരു കത്തോലിക്ക കുടുംബത്തിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ. ഈ മനുഷ്യൻ പറയുക, അച്ഛാ ഞങ്ങളുടെ ദാരിദ്ര്യം തീരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണ്ട കേട്ടോ, ഞങ്ങളുടെ ദാരിദ്ര്യം തീരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണ്ട, ഇതുപോലെ മരണം വരെ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ആ പൗരോഹിത്യത്തിന്റെ ആശീർവാദം ഒന്ന് തരാമോ? ഒരു കുടുംബനാഥന്റെ ചോദ്യ. 1 സെന്റ് സ്ഥലമില്ല, പുറമ്പോക്കിലാ കിടക്കുന്നത്, രോഗിയാണ്, അധ്വാനിക്കാൻ ആരോഗ്യമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കടബാധ്യതയുടെ നടുവില. ഈ ദാരിദ്ര്യം തീരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണ്ട കേട്ടോ. പിന്നെയോ, മരണം വരെ ഇതുപോലെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ പൗരോഹിത്യത്തിന്റെ ആശീർവാദം ഒന്ന് തരാമോന്ന്. 6 വർഷം നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതത്തില് ഏറ്റവും ഉള്ളുരുകി ഞാൻ ആശീർവദിച്ച ഒരു കുടുംബം അത്. വലത് കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇടത് കരം കൂടി ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പല വേദികളിൽ ഞാൻ ഈ കുടുംബത്തെ ഇപ്പൊ പരിചയപ്പെടുത്തി. കാരണം അത്രയേറെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ആ കുടുംബം പതിഞ്ഞു പോയി. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ശാലോം ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലായിരിക്കുന്ന സ്ത്രീജനങ്ങളോടും അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പെണ്ണിനെ പോലെ ഭാഗ്യം ചെയ്ത ഏത് പെണ്ണാ എൻ്റെ മുമ്പിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടിരിക്കുന്നത്? ഈ ജീവിതത്തിൽ ഇതുപോലെ സ്വർഗം കണ്ട ഏത് പെണ്ണാ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുള്ളത്? ഇവളെ സംബന്ധിച്ച് തിന്നാനില്ല, ഉടുക്കാനില്ല, കിടക്കാനില്ല, ഇരിക്കാനില്ല, ഒന്നുമില്ല. ദാരിദ്ര്യത്തിന്റെ നടുവില. അൾത്താരയുടെ മുമ്പിൽ വിവാഹം എന്ന കുദാശ വഴി ഇവന്റെ കരം പിടിച്ചിറങ്ങി തിരിച്ചത് മുതൽ സങ്കടങ്ങൾ മാത്രമേ ഇവളെ കണ്ടിട്ടുള്ളൂ. പറയത്തക്ക ആനന്ദങ്ങളോ സുഖസൗകര്യങ്ങളോ ഒന്നും ഇവക്കില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കുറിച്ചു വെക്കാൻ ആഗ്രഹിക്കുക, ഇതുപോലെ സ്വർഗം കണ്ടൊരു പെണ്ണ് കേരളത്തിൽ ഉണ്ടായിരിക്കില്ല. എല്ലാ തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും നെഞ്ചോട് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് ഈശോയുടെ മുമ്പിലിരുന്ന് കരയുന്ന നട്ടെല്ലുള്ള ഒരാണുണ്ടെങ്കിൽ പിന്നെ ഒരു പെണ്ണിന് ഈ ലോകത്തിൽ എന്തു വേണം? വലത് കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുടുംബത്തെ അതിൽ പിന്നെ ഞാൻ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. അവർക്ക് ഒറ്റ സ്ഥലത്തെ ആശ്രയമുള്ളൂ, അത് കർത്താവിൻ്റെ ബലിപീഠത്തിങ്കല. ഒറ്റ സ്ഥലത്തെ അവർക്ക് ആശ്രയമുള്ളത് കർത്താവിൻ്റെ ബലിപീഠത്തിങ്കല. 84-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: കുരികിൽ പക്ഷി തൻ്റെ സങ്കേതവും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ കൂടും കർത്താവേ അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇതാ വചനം ഇതാണ്: കുരികിൽ പക്ഷി തൻ്റെ സങ്കേതവും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ കൂടും കർത്താവെ അങ്ങയുടെ ബലിപീഠത്തെങ്കിൽ കണ്ടെത്തുന്നല്ലോ. സർവചരാചരങ്ങളും കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർത്ത് നിർത്തുന്ന ജീവിതങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ജീവിതങ്ങൾക്ക് സങ്കടങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, സങ്കടങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് കരയുന്ന മനുഷ്യ, സങ്കടപ്പെടുന്ന മനുഷ്യ, ജീവിതത്തിലെ പലതിനെയോർത്തും ആകുലപ്പെടുന്ന മനുഷ്യ, എനിക്ക് ഒരേ ഒരു ഉത്തരേ പറഞ്ഞു തരാനുള്ളൂ: കർത്താവിനോട് ചേർത്ത് നിർത്ത ജീവിതം, കർത്താവിനോട് ചേർത്ത് നിർത്ത്. കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കാനായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ. എന്തുകൊണ്ടോ നമ്മളെല്ലാം ഇതെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. എവിടെയോ പുസ്തകത്താളുകളിൽ വായിച്ചു പഠിച്ചൊരു കാര്യം, കൃത്യതയില്ല എവിടെയാണെന്ന്, എങ്കിൽ കൂടി ഇപ്പോൾ മനസ്സിൽ ഓർമ്മയിൽ വരുന്നു. 2 തരത്തിലുള്ള സുവിശേഷ പ്രഘോഷണം ഉണ്ടെന്നാണ് പറയുന്നത്. 2 തരത്തിലുള്ള സുവിശേഷ പ്രഘോഷണം. ഒന്ന് പ്രോസ്പെരിറ്റി പ്രീച്ചിങ് എന്ന് പറയും. പ്രോസ്പെരിറ്റി പ്രീച്ചിങ് എന്ന് വെച്ചാൽ സമൃദ്ധിയുടെ സുവിശേഷം പങ്കുവയ്ക്കുക. 2 എസൻഷ്യൽ പ്രീച്ചിങ് എന്ന് പറയും, എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പ്രഘോഷിക്കുക.
ഇത് രണ്ട് എവിടെയാണ് വായിച്ചത് പഠിച്ചതെന്ന് കൃത്യതയില്ല. എങ്കിലും 2 തരം സുവിശേഷ പ്രഘോഷണം. ഒന്ന് പ്രോസ്പെരിറ്റി പ്രീച്ചിങ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ കേൾക്കാൻ അല്പം കട്ടി കൂടിയ വാക്കുകളാണെന്നറിയാം, എങ്കിൽ കൂടി ഒന്ന് കാത് തുറന്ന് കേട്ടോ. പ്രോസ്പെരിറ്റി പ്രീച്ചിങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാം, അതിൽ തിന്മയുണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്, നന്മയുണ്ട് തീർച്ചയായിട്ടും. നമ്മളെല്ലാ പ്രശ്നങ്ങളും ദൈവത്തിലേക്ക് അർപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളും നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാം ക്രിസ്തു സുഖപ്പെടുത്തും, ക്രിസ്തു നേരെയാക്കും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് പ്രത്യാശ കൊടുത്തുകൊണ്ടിരിക്കുക മനുഷ്യന്. തീർച്ചയായിട്ടും നല്ലതാ, തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്, അതിൽ നന്മയുണ്ട്. പക്ഷേ അതും പ്രഘോഷിക്കപ്പെടണം. പക്ഷെ അതിൽ കൂടുതലായിട്ട് പ്രഘോഷിക്കപ്പെടേണ്ടത് എസൻഷ്യൽ ടീച്ചിങ്ങാ. എന്താണ് എസൻഷ്യൽ പ്രീച്ചിങ് എന്ന് വെച്ചാൽ? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിത്തറ ക്രിസ്തു മുന്നോട്ട് വയ്ക്കുന്നത് ഈ ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിക്കാനാ. എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ എസൻഷ്യൽ പ്രീച്ചിങ്. ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ ഹാലേലൂയ. ഇടതുകരം കൂടി ഉയർത്തി പറഞ്ഞേ ഹാലേലൂയ. ഒന്ന് കരങ്ങളടിച്ച് പറഞ്ഞേ ഹാലേലൂയ. അനേക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നു എന്ന് കരുതിക്കൊണ്ട് അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കരങ്ങളടിച്ച് പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞു വന്നത് അല്പമൊന്ന് വേദനയുടെ സുവിശേഷം പഠിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. വേദന, ശരീരത്തിന്റെ വേദന നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല, ഇല്ലെന്ന് പറയുന്നില്ല, അല്പമുണ്ട്, എങ്കിൽ കൂടി അധികമൊന്നും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത് അധികവും മനസ്സിന്റെ വിഷമ. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ആരെങ്കിലും മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ക്യാൻസർസ് ആകട്ടെ, കിഡ്നിയുടെ തകരാറാകട്ടെ, ഹാർട്ടിന്റെ പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങളുടെ ശരീരത്തിന്റെ വേദന അല്ല നിങ്ങളുടെ വലിയ വേദന, മറിച്ച് ആ രോഗം നിങ്ങളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന വേദനയാ ഏറ്റവും വലിയ വേദന. ഹോസ്പിറ്റലിൽ പോയി കിഡ്നിക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിനൊരു പ്രശ്നമുണ്ട്, ലങ്സിനൊരു പ്രശ്നമുണ്ട്, പാൻക്രിയാസിനൊരു പ്രശ്നമുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ ഡോക്ടർ പറയുക 2 ആഴ്ച മരുന്ന് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കേട്ടാൽ നമുക്ക് പിന്നെ പ്രശ്നമില്ല, ആ വേദനയൊക്കെ 2 ആഴ്ചത്തെ ചെറിയ വേദന മാത്രം. പക്ഷെ ഡോക്ടർ പറയുക കിഡ്നി ഒരെണ്ണം ഫെയിൽഡാ, അപ്പോൾ ഒരെണ്ണം മാറ്റി വെക്കണം, അതിനൊരു ഫെയിലറുണ്ട്, അപ്പോൾ അത് മാറ്റി വെച്ചേ മതിയാകൂ. മനസ്സിടിഞ്ഞു. അല്ലെങ്കിൽ മാരകമായൊരു ക്യാൻസർ രോഗം വന്നിരിക്കുകയാണ്, അതിൻ്റെ സ്റ്റേജ് 1 കഴിഞ്ഞ് 2 കഴിഞ്ഞു, കേട്ടപ്പോൾ പേടിയായി. ശരീരത്തിന് കിട്ടിയ വേദനയേക്കാൾ മനുഷ്യൻ അതിനെ സമീപിക്കുന്ന രീതിയുടെ വ്യത്യാസം കൊണ്ട് അവന്റെ മനസ്സിനുണ്ടാകുന്ന വേദനയാ ഏറ്റവും വലിയ വേദന. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2 ദിവസം മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരമ്മയും മകളും വന്നു. ആ പെൺകുട്ടിയും എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോണില്ല. അവള് 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, നല്ല സുന്ദരിയായൊരു പെൺകുട്ടി. ഇവളുമായിട്ട് ഈ അമ്മ വന്നിട്ട് അമ്മ പങ്കുവെച്ച അമ്മയുടെ സങ്കടം ഇതാ. ഇവരങ്ങോട്ട് ഹൈറേഞ്ചില് ഇടുക്കി കട്ടപ്പന ഭാഗത്ത് എങ്ങാണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവരവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നു. വിട്ടിട്ട് പോരാൻ കാരണമുണ്ട്. ഈ കുഞ്ഞിന്, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ 3-ലോ 4-ലോ പഠിക്കുന്ന പ്രായമുള്ള ആ കുഞ്ഞിന് ജന്മന ഹാർട്ടിന് ഒരു വൈകല്യമുണ്ട്. കുറേ നാളായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇതിന് ചില സമയത്ത് രോഗം കൂടുമ്പോൾ ശരീരം മുഴുവൻ കരിനീല നിറമാകും. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും, ICUയിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ ധാരാളം പൈസ ഇതിനു വേണ്ടി ചെലവാക്കി. ഇപ്പോൾ ഡോക്ടർമാർ തീർത്തു പറഞ്ഞു, ഇനി സർജറി അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, 15 വയസ്സാകട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വീടും കിടപ്പേടമൊക്കെ വിറ്റു, സകലതും വിറ്റ് അവസാനം ഇവിടെ നാട്ടിൽ ഡിവൈൻ്റെ ആ ഭാഗത്ത് ആ ഏരിയയിലായിട്ട് വീടൊക്കെ വാങ്ങിച്ച് വന്നിരിക്കുകയാണ്. അമ്മ എൻ്റെ മുമ്പിൽ കസേരയിലിരുന്ന് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഈ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി എൻ്റെ കസേരയോട് ചേർത്ത് അതിനെ നിർത്തി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ കുട്ടിയുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു
വരപ്രസാദം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വാക്ക്, ഒരു വരപ്രസാദമുണ്ട്. ഈ വരപ്രസാദം ഉള്ളവരുടെ മുഖത്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. ഒരു ഗ്രേസ്, ഒരു തെളിച്ചം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വല്ലാത്തൊരു തെളിച്ചം, വലിയൊരു തെളിച്ചം ഈ കൊച്ചിൻ്റെ മുഖത്തുണ്ട്. അമ്മ എൻ്റെ മുമ്പിലിരുന്ന് കരയുക, അച്ഛാ ഇതിൻ്റെ മുകളിൽ മൂത്ത 2 പിള്ളേരുണ്ട്, അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല, സാമ്പത്തിക തകർച്ച അങ്ങേ അറ്റത്തെത്തി, ഈ മകളുടെ കാര്യം ഓർത്തിട്ട് സങ്കട. ഈ അമ്മ ഇരുന്ന് കരയുമ്പോൾ ഈ 3-ലോ 4-ലോ പഠിക്കണ ഈ പെങ്കൊച്ച് ഒരു ഭാവവ്യത്യാസം ഇല്ലാണ്ട് അമ്മയോട് പറഞ്ഞ് എൻ്റെ മുന്നിലിരുന്ന് പറയുക. ഞാൻ പറയേണ്ടതാണ് ആദ്യം, പക്ഷെ ഞാൻ പറയാൻ വൈകിയത് കൊണ്ടാന്ന് തോന്നുന്നു. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ അമ്മ കരയണേ, നമ്മുടെ ഈശോ നമ്മുടെ കൂടെ ഇല്ലേന്ന്. 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആളുകളുടെ നൊമ്പരം കേൾക്കാനിരിക്കുന്ന വൈദികൻ ആ അമ്മയോട് ആദ്യം പറയേണ്ട ഉത്തര. പക്ഷെ ഇത്രയും പ്രായമായ വൈദികന്റെ നാവിന്ന് അത് വരാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ നാവിൽ അത് വെച്ച് കൊടുത്തിട്ട് ആ കൊച്ച് ചെറിയൊരു പുഞ്ചിരിയോട് അമ്മയോട് ചോദിക്കുക, അമ്മ എന്തിനാ അമ്മ കരയണേ, നമ്മുടെ ഈശോയല്ലേ നമ്മുടെ കൂടെയുള്ളേ. ആ കൊച്ചി ഇപ്പം എവിടെയുണ്ടേലും ആ കൊച്ചിന് ദൈവത്തിൻ്റെ സൗഖ്യം കടന്നു വരാൻ വേണ്ടി ഒന്ന് വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതുകരം കൂടി ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളടിച്ചൊന്ന് പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യം നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒറ്റ സ്ഥലമുള്ള ആശ്രയം കണ്ടെത്താൻ കർത്താവിൻ്റെ ബലിപീഠം, മറ്റൊരിടത്ത് നമുക്ക് പോകാനില്ല. എവിടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ചു പോയാലും, എവിടെ നമ്മുടെ സങ്കടത്തിന് ആശ്വാസം കണ്ടെത്തി പോയാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ആശ്വാസ സന്തോഷം നമുക്ക് കിട്ടാനില്ല. ദൈവം നമ്മുടെ കരങ്ങളിൽ വെച്ച് തന്നിരിക്കുക പരിശുദ്ധ കുർബാന, വിശുദ്ധ ബലിപീഠം. അതിനോട് ചേർത്ത് നിർത്തി ജീവിതത്തെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ സങ്കടങ്ങളോ വേദനയോ ഒരിക്കലും ഒരു ക്ലേശമല്ല, മറിച്ച് ഇതൊരു മധുരമായിട്ട് തന്നെ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അൽഫോൻസാമയെ സ്വാധീനിച്ച ഒരു വചനമുണ്ട്. ഗലാത്യർക്ക് എഴുതപ്പെട്ട ലേഖനം അധ്യായം 6 2-ാം തിരുവചനം. ഗലാത്യർക്ക് എഴുതപ്പെട്ട ലേഖനം അധ്യായം 6 2-ാം തിരുവചനം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാ, പരസ്പരം നിങ്ങൾ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. അച്ഛൻ ആവർത്തിക്കുന്നു, പരസ്പരം നിങ്ങൾ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്, മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ പരസ്പരം വഹിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുക. എന്താണ് ക്രിസ്തുവിൻ്റെ നിയമം? എന്താണ് ക്രിസ്തുവിൻ്റെ നിയമം? ക്രിസ്തുവിൻ്റെ നിയമം സ്നേഹത്തിൻ്റെ നിയമം. ഒരൊറ്റ നിയമം ക്രിസ്തുവിനുള്ളൂ, ആ നിയമം സ്നേഹത്തിൻ്റെ നിയമം. അപ്പോസ്തലൻ പറയുക, സ്നേഹത്തിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത് പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. സ്നേഹത്തോടെ വഹിക്കുന്നവനെ ഭാരങ്ങൾ വഹിക്കാൻ പറ്റൂ. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ വഹിക്കുന്നവനെ ഭാരങ്ങൾ വഹിക്കാൻ പറ്റൂ. ഈ കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ, നമ്മൾ പേപ്പറിൽ വായിച്ച ഒരു വാർത്ത. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള കുട്ടിയെ കർണാടകയിലെ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ജന്മം കൊടുത്തു എന്ന്. 6.8 കിലോഗ്രാം തൂക്കമുള്ള കുഞ്ഞ്, അത് 7 കിലോയുടെ അടുത്ത് തൂക്കമുള്ള കുഞ്ഞ്, ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഇപ്പോഴുള്ള കുഞ്ഞ്, പ്രസവിക്കുമ്പോൾ അത്രയും വെയിറ്റ് ഉള്ളത്. കർണാടകയിലെ ഒരു സ്ത്രീ തൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ. ഈ വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചപ്പോൾ കുറേ നേരം ഞാൻ ചിന്തിച്ചു, ദൈവമേ, 9 മാസക്കാലം ഈ അമ്മ ഈ 7 കിലോ എങ്ങനെയാണ് ചുമന്നുകൊണ്ട് നടന്നത്? 9 മാസം 7 കിലോ ഇല്ലെങ്കിലും അവസാന മാസങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ 7 കിലോ ഉണ്ടല്ലോ, 6.8. ഈ 7 കിലോ എങ്ങനെ ഈ അമ്മയ്ക്ക് വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റി? ഞാൻ കുറച്ചുകൂടെയും വായിച്ചു വന്നപ്പോൾ ആ സ്ത്രീ 91 കിലോഗ്രാം വെയിറ്റ് ഉള്ള സ്ത്രീയാണെന്ന് മനസ്സിലായി. എങ്കിൽ കൂടി ഈ 7 കിലോ എങ്ങനെ ഒരു അമ്മയ്ക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റും? പക്ഷേ അമ്മയ്ക്ക് അതൊരു ഭാരമല്ല, അമ്മയ്ക്കതൊരു ഭാരമല്ല. കാരണം അമ്മ ഈ ഭാരം ചുമക്കുന്നത് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ്. സ്നേഹത്തിൻ്റെ പുറത്തല്ലാതെ ആർക്കും ഒരു ഭാരവും വഹിക്കാനായിട്ട് സാധ്യമല്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അവൻ
അവൻ്റെ അപ്പനും അമ്മയും വയ്യാതിരിക്കുകയാണ്. രോഗമാണ്. അപ്പൻ അല്പം ഉദരത്തിലെന്തോ വലിയൊരു രോഗമാണ്. അപ്പനത് ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് കുഴപ്പമില്ല, എങ്കിലും പ്രായാധിക്യം മൂലമുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. ഒരു പെങ്ങളുണ്ട്, പെങ്ങളെ കെട്ടിച്ചു വിട്ടു. ഇവന് വിദേശത്തായിരുന്നു ജോലി. ഈ അപ്പന് സുഖമില്ലാതായി കഴിഞ്ഞപ്പോൾ അവൻ വിദേശത്തെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ നാൾ വിദേശത്ത് ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്ന് പെട്ടെന്ന് നാട്ടിലൊരു ജോലി കണ്ടെത്താനായിട്ട് ഇവന് സാധിച്ചിട്ടുമില്ല. പക്ഷേ ഇവൻ ഇട്ടിട്ട് പോയാൽ അവിടെ ജോലിയുണ്ട്, പോകണമെന്നുണ്ട്. പക്ഷേ അപ്പനിങ്ങനെ വയ്യാതിരിക്കണോണ്ട് ഇവന് പോകാനൊരു മടി. അമ്മയും പെങ്ങളും കാര്യം പറഞ്ഞു, നീ പൊക്കോ, ഞങ്ങൾ മാറി മാറി എങ്ങനെയെങ്കിലും അപ്പൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, നീ നിൻ്റെ ജോലി കളയണ്ട, പോയി ജോലി ചെയ്യ്, എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ വിളിക്കുമ്പോൾ വന്നാൽ മതിയല്ലോ. അപ്പോൾ ഇവൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാ. അപ്പം ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറയാ, അച്ഛാ അപ്പനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോണത്? സാരമില്ല, എനിക്ക് ജോലിയല്ല പ്രധാനപ്പെട്ടത്, എന്നെ വളർത്തി ഇവിടം വരെ എത്തിച്ച എൻ്റെ അപ്പൻ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ അപ്പനും അമ്മയോടും എതിർത്ത് നിൽക്കുന്ന മക്കളുണ്ടെങ്കിലും ഈ ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം ഒന്ന് കേട്ടോ. ആരെങ്കിലും ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്നവർ, സ്വന്തം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, എൻ്റെ അപ്പന എന്നെ വളർത്തി ഇവിടം വരെ എത്തിച്ചത്, എനിക്ക് ജോലിയല്ല പ്രധാനം, എൻ്റെ അപ്പന. അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ അപ്പന് ഒരു നല്ല ആരോഗ്യമായിട്ടേ പോകുന്നുള്ളൂ. ജോലി പോലും വേണ്ടെന്ന് വെക്കുക, അപ്പൻ അവനൊരു ഭാരമല്ല. കാരണം സ്നേഹത്തിൻ്റെ നിയമമാണ് അവൻ ചുമക്കുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെയാ, അവൻ ചുമന്നത് നമ്മുടെ ദുഃഖങ്ങളാ, അവൻ വഹിച്ചത് നമ്മുടെ ഭാരങ്ങളാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന് നമ്മുടെ ഭാരങ്ങൾ വഹിക്കാനും ചുമക്കാനും സാധിച്ചത് അത് നമ്മളോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യ തിരിച്ചറിയുക, നീ നിന്റെ ജീവിതത്തിൽ തനിയെ അല്ല. അച്ഛൻ എത്ര പറഞ്ഞാലും അത് നമ്മുടെ മനസ്സിൽ കയറണമെന്നില്ല. അനുഭവം കൊണ്ട് നിങ്ങൾ തന്നെ സ്വന്തമാക്കേണ്ട കാര്യമാണ്. വാദോരാതെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം, ഏത് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരും തിരിച്ചറിയുക, നിന്റെ സങ്കടങ്ങളിൽ നീ തനിയല്ല, നിന്റെ കൂടെ ഒരു ക്രിസ്തു ഉണ്ട്. പറയാൻ എളുപ്പ, പറഞ്ഞാൽ തലയിൽ കയറുന്ന ദൈവശാസ്ത്രമല്ലിത്, മറിച്ച് അനുഭവം കൊണ്ട് ഓരോരുത്തരും സ്വന്തമാക്കേണ്ട ദൈവശാസ്ത്രം ഇത്. പ്രിയമുള്ള സഹോദര സഹോദരി, അച്ഛൻ ചേർത്ത് വെക്കുന്നത് ഇങ്ങനെയാ, സങ്കടപ്പെടുന്ന മനുഷ്യരൊരിക്കലും ജീവിതത്തിൽ തനിയെ അല്ല എന്നുള്ളതാ. കുഞ്ഞുനാളിൽ വീട്ടിൽ കുറേ കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു. ഒരു 10-25 കോഴിയുണ്ട്. ഞാനും എനിക്കൊരു പെങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളുടെ കുട്ടികളുടെ ജോലിയാണ് ഈ കോഴികളെ രാവിലെ നേരം വെളുക്കുമ്പോൾ കൂട് തുറന്ന് പുറത്ത് ഇറക്കി വിടുക, സന്ധ്യയാകുമ്പോൾ കൂടിൽ കോഴികൾ കയറിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക, എന്നിട്ട് കൂടടയ്ക്കുക തുടങ്ങിയ പണികൾ. അപ്പോൾ സായാഹ്നമാകുമ്പോൾ ഈ കോഴിയെ പിടിച്ചിരുന്ന സമയമാകുമ്പോഴത്തേക്കും അമ്മ അടുക്കളയിൽ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, അതൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് ചോദ്യം ചോദിച്ച് കേട്ടിട്ടുള്ളൂ. കോഴികൾക്ക് ഇടയ്ക്ക് വരുന്നൊരു രോഗമാണ് വസന്ത എന്ന് പറയും. വസന്ത എന്ന് വെച്ചാൽ ഒരു ദിവസം കോഴിയെ തുറന്നു വിടുമ്പോൾ ചില കോഴികൾ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ തുടങ്ങും. ഉറക്കം തൂങ്ങി 2-ാമത്തെ ദിവസം അതിരുന്ന് ഉറക്കം തൂങ്ങും. 3-ാമത്തെ ദിവസം അത് ഉറക്കം തൂങ്ങി അത് ചത്തു വീഴും. അതിന് മരുന്ന് കൊടുത്താലൊന്നും സാധാരണ രക്ഷപ്പെട്ട് പോരാറില്ല. വസന്ത വന്ന കോഴിക്ക് എന്ത് മരുന്ന് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഞങ്ങൾ തന്നെയാണ് ഡോക്ടറാകുന്നതും പ്രിസ്ക്രൈബ് ചെയ്യുന്നതും ഒക്കെ. മരുന്നൊക്കെ മേടിച്ച് കൊടുത്താലും രക്ഷപ്പെടാറില്ല. അപ്പോൾ 2 ദിവസം ഉറക്കം തൂങ്ങി അതങ്ങ് ചത്തു വീഴും. അപ്പോൾ ഈ വസന്ത എന്ന രോഗം കോഴിക്ക് പിടിക്കുന്ന ആ കാലഘട്ടത്തിൽ പലപ്പോഴും അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടിട്ടുണ്ട്, എടാ ആ ഉറക്കം തൂങ്ങിയിരിക്കണ കോഴിയെ നീ പിടിച്ച് കൂട്ടിലിട്ടോ. ഈ കോഴി എങ്ങനെ വന്നാലും ചത്തുപോകാനുള്ളതാണെന്ന് അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. 1-2 ദിവസത്തെ ആയുസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കോഴിയെ ഇത്. ഇതിന് വല്ല പട്ടി പിടിച്ചാലും പൂച്ച പിടിച്ചാലും കുറുക്കം പിടിച്ചാലും ആർക്കും സങ്കടമൊന്നുമില്ല, കാരണം അത് ചത്തുപോകുമെന്നറിയാം. നല്ല കോഴീനെയാണെങ്കിൽ അത് പിടിച്ച് കൂട്ടിലിട്ടൊന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ വല്ലപ്പോഴൊരു മുട്ട കിട്ടും, അല്ലെങ്കിൽ അതിനെ കൊന്ന് കറി വെച്ച് തിന്നാം. പക്ഷെ അമ്മ ഇതുവരെ ഒരിക്കലും ഈ ആരോഗ്യമുള്ള കോഴിയെ പിടിച്ച് കൂട്ടിലിട്ടോ എന്ന് ചോദിക്കണത് ഞാൻ കേട്ടിട്ടില്ല. അമ്മ ചോദിച്ചത് മുഴുവൻ ഉറക്കം തൂങ്ങിക്കണ കോഴിയെ. പ്രായമെത്തിയപ്പോൾ ഞാൻ ചിന്തിക്കണുണ്ട്, എന്തുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ ചോദിച്ചത്? കാരണം ഒന്നേ ഉള്ളൂ, അമ്മയ്ക്കറിയാം ഉറക്കം തൂങ്ങി നിൽക്കണ ഈ കോഴിക്ക് തന്നെ കൂട്ടിൽ കയറാനുള്ള ആരോഗ്യം ഇല്ല. അതിന് തന്നെ കയറാനുള്ള ആരോഗ്യമില്ല. അതൊരു പക്ഷെ നാളെ ചത്തുപോകായിരിക്കും, പക്ഷെ ഇപ്പം അതിന് ജീവനുണ്ട്.
അതിനൊരു ബലഹീനതയുണ്ട്, അതിനൊരു കുറവുണ്ട്. ആ കുറവുള്ളതിനോട് അമ്മയ്ക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയെങ്കിലും കയറിക്കോളും, പക്ഷെ ഇതിനെ ആരെങ്കിലും സഹായിക്കണം. ആരോരുമില്ലാത്ത ഇതിന് ഒരു കൈത്താങ്ങ്. രണ്ടാമത്തെ ഉദാഹരണം, ഒരു ഇടയന് 100 ആടുകളുണ്ടെന്ന് വിചാരിക്ക്. ഈ 100 ആടുകളുമായി തീറ്റാനായിട്ട് പോകുമ്പോൾ ഇടയൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ആട്ടിൻകുട്ടി മാത്രം കാല് ഞൊണ്ടി ഞൊണ്ടി നടക്കുകയാ. ഇന്നലെ തീറ്റാനായിട്ട് പോയപ്പോൾ എവിടെയോ കയറി സർക്കസ് കളിച്ച് താഴേക്ക് മുന്നും കുത്തി വീണ് കാലൊടിഞ്ഞതാ, നടക്കാൻ പറ്റണില്ല. മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയില്ല ഇടയൻ. മറിച്ച് ഈ കാലൊടിഞ്ഞ ആട്ടിൻകുട്ടിയെ ഇടയനെടുത്ത് തോളിലിടും. 100 ഉണ്ടെങ്കിലും 99ൻ്റെയും വിധി നടന്നു പോകാനാ. പക്ഷെ കാലൊടിഞ്ഞതിനെ ഇടയനെടുത്ത് തോളിൽ വഹിക്കും. കാരണം ഇടയനറിയാം, കാലൊടിഞ്ഞതിന് തന്നെ നടക്കാനായിട്ട് പറ്റില്ല. തന്നെ നടക്കാനായിട്ട് ഒരു കുറവുള്ളതിന്, ഒരു ബലഹീനതയുള്ളതിന് ഇടയന്റെ ഒരു കൈത്താങ്ങ്. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. ഈ കരുണയുടെ വർഷത്തില് അതിൻ്റെ ചിഹ്നമായിട്ട് കൊടുത്തിരിക്കുന്നതും ക്രിസ്തു ഒരാടിനെ തോളത്തിട്ടുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണല്ലോ. ക്രിസ്തു ഒരാടിനെ, ഇതാ ക്രിസ്തു ഒരു ഇടയനാ. സങ്കടപ്പെടുന്ന മനുഷ്യ, രോഗങ്ങളാൽ വലയുന്ന മനുഷ്യ, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യ, ജീവിതം മടുത്തു എന്ന് പറയുന്ന നിന്നോട് ദൈവം പറഞ്ഞു തരികയാ, മകനെ മകളെ, നിന്റെ സ്ഥാനം എൻ്റെ തോളിലാ, നിന്റെ സ്ഥാനം എൻ്റെ തോളിലാ. മൂന്നാമത്തെ ഉദാഹരണം, ഒരു അമ്മയ്ക്ക് 3 ആൺകുട്ടികൾ. മൂത്ത ആൺകുട്ടി പഠിക്കാൻ നല്ല മിടുക്കനാ, നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു കുട്ടി. അവനെ വേണമെങ്കിൽ പഠിപ്പിച്ച് മെഡിസിന് വിട്ടൊരു ഡോക്ടറൊക്കെ ആക്കാം. രണ്ടാമത്തെ ആൺകുട്ടി, അവനും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റാ. അവനെ വേണമെങ്കിൽ പഠിപ്പിച്ചൊരു എഞ്ചിനീയർ ആക്കാനുള്ള ബുദ്ധിയൊക്കെ അവനുണ്ട്. മൂന്നാമത്തേതും ഒരു ആൺകുട്ടി, പക്ഷെ അവന് ജന്മന മാനസികമായിട്ടൊരു വൈകല്യമുള്ള കുട്ടിയാണ്. അമ്മയ്ക്ക് ഈ 3 മക്കളിൽ ആരോടായിരിക്കും കൂടുതൽ സ്നേഹം? 3 മക്കളോടും ഒരുപോലെ സ്നേഹിക്കണം എന്നുള്ളത് പ്രമാണം. എങ്കിൽ കൂടി ഈ 3 മക്കളിൽ ഇളയ മകനോട് അമ്മയ്ക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. ഈ ഇളയ കുട്ടി പ്രായമായിട്ട് അമ്മയെ നോക്കാനൊന്നും പോകണില്ല. പ്രായമായാലും അവന്റെ കാര്യത്തിൽ ഈ അമ്മ തന്നെ ശ്രദ്ധിക്കണം. എന്നാൽ പ്രായമായി രോഗം വരുമ്പോൾ, വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഈ അമ്മയെ നോക്കേണ്ടത് ഈ മെഡിസിന് പഠിക്കാൻ ബുദ്ധിയുള്ളവൻ, ഈ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ ബുദ്ധിയുള്ളവനാ. പക്ഷെ അമ്മ അതിന് രണ്ടിനും കൊടുക്കണേക്കാൾ ഒരു പ്രത്യേക ശ്രദ്ധ ഈ മാനസിക വൈകല്യമുള്ള കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളുള്ള അമ്മമാരും അപ്പന്മാരും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ടെന്നും അച്ഛനറിയാം. ശ്രദ്ധിച്ച് കേൾക്ക്, ആ വൈകല്യമുള്ളതിന് അമ്മ ഒരു പ്രത്യേക സ്ഥാനം. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യ, ഏത് സങ്കടം നിന്നെ ഭരിക്കുമ്പോഴും തിരിച്ചറിയുക, നിന്നെ താങ്ങുന്ന കർത്താവിന്റെ കരങ്ങൾ നിന്റെ കൂടെ ഉണ്ട്. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം അധ്യായം 5 6-ാം തിരുവചനം, 1 പത്രോസ് 5:6 വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴെ നിങ്ങൾ താഴ്മയോടെ ചേർന്ന് നിൽക്കുവിൻ. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠതകളും അവിടുത്തേക്ക് സമർപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയോ, മക്കളെ, കർത്താവിന്റെ കരത്തിന് കീഴെ താഴ്മയോടെ ചേർന്ന് നിന്നോ. നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവ. ചേർന്ന് നിൽക്കാൻ പഠിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടത്. സങ്കടപ്പെടുന്ന മനുഷ്യരെല്ലാം കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്ക്. കുരിശിൻ്റെ ചോട്ടിൽ നിന്ന് പ്രാർത്ഥിക്ക്. അല്ലാതെ സങ്കടപ്പെട്ടതിൻ്റെ ആഴം കുറയ്ക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. സങ്കടം വരുന്ന മനുഷ്യൻ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ആരും കാണാതെ കരഞ്ഞ് കണ്ണീരൊഴുക്കി മുഖം കഴുകി കളഞ്ഞിട്ട് എന്ത് പ്രയോജനം? സങ്കടമുണ്ടോ? പോവുക. നിങ്ങളുടെ ഇടവക ദേവാലയം എവിടെയോ? പകലന്തിയോളം ആ ദേവാലയം തുറന്നു കിടക്കുന്നില്ലേ? അതിലൊരു കെടാവിളക്കിനടുത്തൊരു സക്രാരി ഇല്ലേ? ആ സക്രാരിയിൽ എന്റെയും നിന്റെയും ദൈവം ജീവനോടെയില്ലേ? അങ്ങനെയെങ്കിൽ ആ സക്രാരിയിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ചിട്ടൊന്ന് കരയാൻ സാധിച്ചാൽ പ്രശ്നങ്ങൾ തീരുകയില്ലേ എന്നുള്ളതല്ല അച്ഛൻ്റെ ഉത്തരം.
പക്ഷേ പ്രശ്നങ്ങളെ ഓർത്ത് നിനക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നല്ലൊരു ശതമാനം മനുഷ്യരും നിരാശയിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക, പിശാചിന് മനുഷ്യനെ തിന്മയിൽ അകപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നിരാശ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇടതുകരം കൂടി ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിശാചിന് മനുഷ്യനെ അകപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു തിന്മയുടെ മേഖലയാണ് നിരാശ. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക, എല്ലാ മനുഷ്യനെയും കൊലപാതകം ചെയ്യിച്ച് തിന്മയിൽ അകപ്പെടുത്താൻ പിശാചിന് പറ്റില്ല. വ്യക്തമായിട്ട് അവനറിയാം. എല്ലാ മനുഷ്യനെയും വ്യഭിചാരം ചെയ്ത് ഈ തിന്മയിൽ അകപ്പെടുത്താൻ സാത്താന് പറ്റില്ല. എല്ലാവരെയും മോഷണം എന്ന തിന്മയിൽ എത്തിക്കാനായിട്ട് പിശാചിന് പറ്റില്ല. എന്നാൽ നല്ലൊരു ശതമാനം പേരെയും പിശാചിന് വീഴിക്കാൻ പറ്റുന്ന തിന്മയാണ് നിരാശ. നിരാശ ദൈവം തരുന്നതല്ല, പിശാച് തരുന്നതാ. ദൈവം തരുന്നത് പ്രത്യാശയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ മനുഷ്യൻ സങ്കടങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത് സങ്കടങ്ങളുടെ മേലെ അടയിരുന്ന് സങ്കടങ്ങൾ വർദ്ധിച്ച് 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 അത് നിരാശയാകുന്നു. നിരാശ കൊണ്ട് അത് തീരുമെങ്കിൽ പോട്ടെ, നിരാശ ഒരിക്കലും തീരുന്നില്ല. നിരാശയുടെ അടുത്ത സ്റ്റെപ്പ് സൂയിസൈഡ് ടെൻഡൻസി അഥവാ ആത്മഹത്യ പ്രവണത. ആത്മഹത്യ പ്രവണത കൊണ്ടും തീരുന്നില്ല, അതിൻ്റെ ക്ലൈമാക്സ് ആത്മഹത്യ. അതുകൊണ്ടാണല്ലോ ഒരുപാട് പേര് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു മുഴം കയറിൻ്റെ അറ്റത്ത് ജീവിതം തീർക്കണത്. സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല ബാക്കിയുള്ള മനുഷ്യർ ആത്മഹത്യ ചെയ്യാത്തത്. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ആത്മഹത്യ ചെയ്യാത്തത്. മറിച്ച് പ്രശ്നങ്ങളെ ഈശോയോട് ചേർത്ത് നിർത്താൻ പഠിക്കുന്നത് കൊണ്ടാ. ഈശോയോട് ചേർത്ത് നിർത്താൻ പഠിക്കുന്ന മനുഷ്യനെ ജീവിതത്തിൽ ആശ്രയമുള്ളൂ, ജീവിതത്തിൽ സന്തോഷമുള്ളൂ. ഹല്ലേലൂയ. ഒരു കഥ കൂടി പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കുക. ഇത് 5-8 വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരി പഠിക്കുമ്പോൾ ഞാൻ തന്നെ എഴുതി വെച്ചൊരു കഥയാണ്. കഥയ്ക്ക് അതിൻ്റേതായ ആധികാരികത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കേൾക്കുന്നവർ വിലയിരുത്തട്ടെ. ഞാൻ എഴുതിയ കഥയുടെ പേര് ഇതാണ്, മൺകുടത്തിൻ്റെ കരച്ചിൽ എന്ന. മൺകുടത്തിൻ്റെ കരച്ചിൽ. കഥ പോകുന്നത് ഇങ്ങനെയാണ്. ഒരു മാർക്കറ്റ് പ്ലേസ്, ചന്തസ്ഥലം. ഈ ചന്തസ്ഥലത്ത് മൺപാത്രങ്ങൾ വിൽക്കുന്ന ഒരു കട. ഈ കടയിൽ മൺപാത്രങ്ങൾ ഇങ്ങനെ അട്ടിയിട്ട് നിരത്തി വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരും വരുന്നു, മൺപാത്രങ്ങൾ വാങ്ങുന്നു. നമുക്കറിയാം, മൺപാത്രങ്ങൾ നോക്കുന്നത് ആളുകളെടുത്ത് കൊട്ടി നോക്കും. അത് കൊട്ടി നോക്കിയിട്ട് നല്ല പാത്രമാണെന്ന് നോക്കി വാങ്ങിക്കും. ഞാൻ എങ്ങനെ കൊട്ടിയാലും എല്ലാ കൊട്ടിലും ഒരുപോലെയാണ്. പക്ഷെ ചിലർക്കത് കൊട്ടി നോക്കിയിട്ട് വാങ്ങിക്കാൻ അറിയാം. ഏതായാലും ആളുകൾ വന്നിങ്ങനെ പാത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. ആ പാത്രക്കൂട്ടങ്ങളുടെ ഇടയിൽ വിള്ളൽ വീണ ഒരു മൺപാത്രം, ചിന്നൽ വീണ, വിള്ളൽ വീണ, അല്ലെങ്കിൽ പോറൽ വീണ എന്നൊക്കെ പറയില്ലേ, പിളർന്നിരിക്കുന്ന, അങ്ങനെ ഒരു വിള്ളൽ വീണ ഒരു പാത്രം. ആ പാത്രം മാത്രം ആരും വാങ്ങുന്നില്ല. അങ്ങനെ ഒരു ലോഡ് ഇറക്കി വെച്ചു. അതിലെ പാത്രങ്ങളെല്ലാം കച്ചവടം കഴിഞ്ഞു. ഈ പാത്രം മാത്രം ആരും വാങ്ങിയില്ല. അടുത്ത ലോഡ് വന്നപ്പോഴും ഈ കടക്കാരൻ ഈ വിള്ളൽ വീണ പാത്രം മറ്റു പാത്രങ്ങളുടെ ഇടയിൽ തിരികെ കയറ്റി വെച്ചു. എങ്ങനെയെങ്കിലും പോകണമെങ്കിൽ പോകട്ടെ എന്ന് കരുതി. പക്ഷെ ആരും ആ പാത്രം പിന്നെയും വാങ്ങിയില്ല. ചിലവാകാത്തതിന് പിന്നെ സൗജന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, ആകർഷകമാക്കുക എന്നുള്ളതാണല്ലോ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ വലിയ പാത്രം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ 2 എടുത്താൽ 1 എന്ന രീതിയിലൊക്കെ ആയിട്ട് ഇത് വെച്ച് നോക്കി. പക്ഷേ ആളുകൾ പറഞ്ഞ 2 എടുത്തോളാം, പക്ഷേ ഈ 1 വേണ്ടെന്നാണ് പറയണത്. അങ്ങനെ അത് വേണ്ടാണ്ടായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കടക്കാരന് ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ അവൻ ഈ പാത്രം എടുത്തിട്ട് നിന്നെ കൊണ്ട് ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് കടയുടെ ഒരു മൂലയിലേക്ക് ഒരു ഏറ്. എന്തോ കഥയിൽ ചോദ്യമില്ല, എൻ്റെ ഈ മൺപാത്രത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അത് ഉടഞ്ഞു പോയില്ല. അതിങ്ങനെ കടയുടെ ഒരു മൂലയിലിരിക്കുക. അവിടെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, എന്തിനാ നീ ഇങ്ങനെ ഒരു പാത്രമായിട്ട് എന്നെ മെനഞ്ഞെടുത്തത്? എൻ്റെ ദേഹത്തെ ഈ വിള്ളൽ കാരണം ആർക്കും എന്നെ വേണ്ട. ഇങ്ങനെയൊരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ കർത്താവെ, ഞാൻ മടുത്തു. എൻ്റെ വീട്ടിൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഭാര്യ എൻ്റെ കൂടെയില്ല, ഭർത്താവ് എൻ്റെ കൂടെയില്ല, മക്കളെന്നെ മനസ്സിലാക്കുന്നില്ല. രോഗമൊരു സൈഡിൽ, സാമ്പത്തിക തകർച്ച മറ്റൊരു സൈഡിൽ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റൊന്ന്, സമാധാനമില്ലാത്ത അവസ്ഥ. നമ്മളിങ്ങനെ 100 കൂട്ടം പരാതി പറയാറുണ്ടല്ലോ. ഇതുപോലെ എൻ്റെ ഈ പാവം മൺപാത്രവും ഈ കടയുടെ ഒരു മൂലയിലിരുന്ന് ദൈവത്തോട് പരാതി പറയുകയാണ്. ദൈവമേ, എന്തിനാ എന്നെ അങ്ങോട്ട് വിളിച്ചാൽ പോരെ? എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം, ഒരു പാഴ്വസ്തുവായിട്ട് ഞാൻ ഈ ലോകത്തിൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ധിതനായ ക്രിസ്തു മൺപാത്രത്തിന് പ്രത്യക്ഷപ്പെട്ടു. കഥയാണ്, ചോദ്യമില്ല കേട്ടോ. അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് കലത്തിനോട് ചോദിച്ചു, മകളെ, എന്താ നീ കരഞ്ഞുകൊണ്ടിരിക്കണത്? അപ്പം മൺകലം പറഞ്ഞു, ഈശോയെ, നീ കാണണില്ലേ എൻ്റെ അവസ്ഥ? എത്ര നാളായി ഞാൻ ഈ കടയ്ക്കകത്തിരിക്കുന്നു.
എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ വന്നവരും ഒക്കെ ഇപ്പോൾ പല അടുക്കളകളിലും കഞ്ഞിയും കറിയും വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാത്രം ഉപയോഗശൂന്യമായിട്ട് ഈ കടയ്ക്കുള്ളിൽ. എന്തിനാ എന്നെ അങ്ങ് തിരിച്ചെടുത്തുകൂടെ? ഇതൊക്കെ പറഞ്ഞ് ഈശോയോട് സങ്കടപ്പെട്ടപ്പോൾ ഉദ്ധിതനായ ഈശോ തൻ്റെ വലത് കൈ അവളുടെ നേരെ നീട്ടി അവളെ ആശീർവദിക്കാനായിട്ട്. എന്നിട്ട് അവളോട് പറഞ്ഞു, മോളെ നീ എൻ്റെ കയ്യിലേക്കൊന്ന് നോക്കിക്കേ. അവള് ഉദ്ധിതനായ ഈശോയുടെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഉദ്ധിതനായ ഈശോയുടെ കയ്യിൽ എന്തുണ്ട്? ഉദ്ധിതനായ ഈശോയുടെ കയ്യിൽ ആണിപ്പാടുകൾ. എന്നിട്ട് ഈശോ പറഞ്ഞു, മകളെ, മൺപാത്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ. മൂശയിൽ കുശവൻ കളിമണ്ണെടുത്ത് കുഴച്ചു വെച്ചിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ പിടിച്ചു വിടും. എന്തുമാത്രം നല്ല രീതിയിൽ കൈ കൊണ്ട് അതിനെ ഒതുക്കത്തോടെ പിടിച്ചു വിടുന്നോ അത്രയും നല്ല പാത്രമായിട്ട് അത് രൂപാന്തരപ്പെടുന്നു. നന്നായിട്ട് പിടിച്ചു വിടുന്ന നല്ല പാത്രങ്ങൾ. മകളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ ഞാൻ ഈ മൂശയിൽ വാർത്തെടുത്തപ്പോൾ നിന്നെ ഞാനൊന്ന് അല്പം അമർത്തി തലോടി. നിന്നെ ഞാനൊന്ന് അമർത്തി തലോടിയപ്പോ എൻ്റെ കൈവെള്ളയിലെ ഈ ആണിപ്പാടുകൾ നിന്റെ ദേഹത്ത് പതിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചതിൻ്റെ അടയാള നിന്റെ ദേഹത്ത് കിടക്കുന്ന ഈ വിള്ളല്. ഇത് നിന്റെ വിള്ളലല്ല മകളെ, ഇത് എൻ്റെ കയ്യിൽ വീണ വിള്ളലാ. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാൻ മറ്റു പാത്രങ്ങളെക്കാൾ അധികം നിന്നെ സ്നേഹിച്ചത് കൊണ്ട് എൻ്റെ വേദന, എൻ്റെ ഈ വിള്ളല് നിന്റെ ദേഹത്ത് പതിച്ചതല്ലേ. കഥ അവിടെ നിൽക്കട്ടെ. എൻ്റെ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാ. അതോടെ മൺപാത്രത്തിൻ്റെ കരച്ചിൽ അവസാനിച്ചു. ഇത് എൻ്റെ വിള്ളലല്ല, എന്നെ സൃഷ്ടിച്ച് എൻ്റെ ദൈവം തന്ന വിള്ളലാണെന്നറിഞ്ഞപ്പോൾ മൺപാത്രത്തിൻ്റെ കരച്ചിൽ അവസാനിച്ചു എന്നുള്ളതാ. പ്രിയമുള്ളവരെ, അച്ഛൻ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട്, സങ്കടപ്പെടുന്ന മനുഷ്യരാരെങ്കിലും ഈ ശുശ്രൂഷയുടെ സമയത്തുണ്ട് എങ്കിൽ തിരിച്ചറിയുക, നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നിനക്കുള്ള സങ്കടം നിന്റെ ക്രിസ്തു കാൽവരിയുടെ മാറിൽ ഏറ്റെടുത്ത സങ്കടത്തിൻ്റെ ഒരു വിഹിത. അപ്പസ്തോലനോട് ചേർന്ന് നമുക്ക് അത് ഏറ്റുപറയാം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള സങ്കടം, ലോകത്തിൻ്റെ ഏത് ദിക്കിലിരുന്നു കൊണ്ട് നീ ഇത് കേട്ടാലും, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ഒരു സങ്കടം, എൻ്റെ ഒരു രോഗം, എൻ്റെ ഒരു തകർച്ച, എൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം, അത് എൻ്റെ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഒരു വിഹിത. എൻ്റെ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ ഒരു വിഹിതം. ആ വിഹിതം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. എനിക്ക് ക്രിസ്തുവിനെ മാത്രം മതി. എനിക്ക് ക്രിസ്തുവിനെ മാത്രം മതി. ക്രിസ്തുവിൻ്റെ പിന്നാലെ ഞാൻ പോകുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിച്ച ചെറിയ കാര്യം, സങ്കടപ്പെട്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് മാറുക. ദൈവമേ, അവരെല്ലാം അവരുടെ സങ്കടങ്ങളോട് ചേർത്ത് അങ്ങയുടെ കുരിശിൻ്റെ ചോട്ടിലേക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മനസ്സിന് നിരാശ കയറിക്കൂടാൻ മാത്രം ആരെയും അങ്ങ് അനുവദിക്കരുതേ. എല്ലാ സങ്കടങ്ങളും ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ വിഹിതമാണെന്നറിഞ്ഞ് അൽഫോൻസാമയെ പോലെ നെഞ്ചേറ്റ് സ്വീകരിക്കാനുള്ള ക്രമം നൽകണമേ. ഏത് രോഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോയാലും, ഏത് സങ്കടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോയാലും തള്ളിപ്പറയാതെ ക്രിസ്തുവിലേക്ക് നോക്കാൻ, ഏത് പരാജയത്തിൻ്റെ നടുവഴിയിലൂടെ കടന്നു പോയാലും ദൈവമേ, ഞാൻ ഒരിക്കലും തിന്മയുടെ ശക്തികൾക്ക് തലവെച്ച് കൊടുക്കുകയില്ല, നിരാശയുടെ പടുകുഴിയിലേക്ക് ഞാൻ നിബന്ധിക്കുകയില്ല. എൻ്റെ ഇടവക ദേവാലയത്തിൽ കെടാവിളക്കിനോട് ചേർന്ന് പരിശുദ്ധ സക്രാരിയിൽ ജീവിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് ഞാൻ എൻ്റെ സങ്കടങ്ങൾ സക്രാരിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. വചനം ഇതാ മനസ്സോട് ഞാൻ ചേർത്ത് വെക്കുന്നു. കുരുകിൽ പക്ഷി തൻ്റെ സങ്കേതവും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ കൂടും ദൈവമേ അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സങ്കടങ്ങളും എൻ്റെ വേദനകളും അങ്ങയുടെ ബലിപീഠത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര